ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടൊരു അടിപൊളി സ്നാക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ കഴുകി കട്ട് ചെയ്ത് നമുക്ക് പുഴുങ്ങാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. പഴം നല്ല വേവായിട്ട് വരട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ നല്ല വേവായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ പഴഞ്ഞ് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം, നമുക്ക് ചൂട് പോവാൻ. അങ്ങനെ നമ്മൾ പഴമൊക്കെ ചൂടാറി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടി ഉണ്ടാക്കാം. ഒരു 3 കഷ്ണം ബ്രെഡാണ്. ഇത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ പുഴുങ്ങി ചൂടാറി വന്നു. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നല്ല ഉടച്ചെടുക്കുക. നമുക്കിനി നല്ലത് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പഴമൊക്കെ ഉടച്ചെടുത്തു. കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൈ കൊണ്ടല്ലോ ഒന്നുകൂടി കുഴച്ചെടുക്കാം. നമ്മൾ തേങ്ങയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തു. ഇനി നമുക്കിങ്ങനെ കയ്യിലെടുത്തിട്ട് ഉരുളയിലാക്കുക. അത് എല്ലാതും ഉരുളകളുണ്ടാക്കാം ഓരോന്നായിട്ട്. അങ്ങനെ നമ്മൾ പഴവും തേങ്ങയൊക്കെ ഉരുട്ടിയെടുത്തു. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോവാം. നമ്മൾ അടുപ്പിൽ പാൻ വെച്ച് കൊടുത്തു. ഇനി പാന് ചൂടായി വരട്ടെ. നമുക്ക് നെയ്യ് വരട്ടി കൊടുക്കാൻ. അങ്ങനെ നമ്മൾ പാനിലേക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കാം. അങ്ങനെ നമുക്ക് നെയ്യൊക്കെ എല്ലായിടത്തും തട്ടി കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഉരുള ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ബ്രെഡ് പൊടിയില്ലേ, ബ്രെഡ് പൊടിയിൽ ഇങ്ങനെ മുക്കുക. ഇങ്ങനെ നമ്മൾ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കാം. നെയ്യ് വരട്ടിയ ചട്ടിയിലേക്ക്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. നമുക്ക് എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല. നമ്മൾ പഴം ബ്രെഡൊക്കെ പറ്റിയത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ട് ട്രൈ ചെയ്ത് കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കാത്ത നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് റെഡിയായി. നല്ലൊരു സ്നാക്കാണ്. നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത. എല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും വെച്ച് കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും. നല്ല ടേസ്റ്റാണ്. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും മറിച്ചിട്ട് കൊടുക്കാം. സ്നാക്ക് റെഡി. ഇത് ചട്ടിയിൽ മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി സ്നാക്ക് റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നല്ല ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്ക് ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക്